ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഐക്കണും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. ഏത് മ്യൂസിക് ആണ് എന്നുള്ള ഒരു ഐക്കൺ കാണിക്കും. അപ്പം ആ ഒരു ഐക്കണിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്ക് സ്റ്റോറിയിൽ ആ ഒരു മ്യൂസിക്കിൻ്റെ ഐക്കണിൻ്റെ ഡിസൈൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്നെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. ഇപ്പോൾ ഗാലറിയിൽ നിന്ന് ഒരു എക്സാമ്പിളിന് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഇപ്പം ഇതെനിക്ക് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യണം. അതിന് മുമ്പ് ഇതിലോട്ടൊരു മ്യൂസിക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ ഒരു ഐക്കണും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഐക്കൺ എനിക്ക് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഐക്കണിൻ്റെ ഡിസൈൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മ്യൂസിക് ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പം ഇതിൽ ഈ ഒരു ഡിസൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം കളർ ചേഞ്ച് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പം കളറൊന്നും ഇല്ലാതെ കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വലിയൊരു ഇതിലൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഡിസൈനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു ലോഗോ തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ലോഗോയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഡിസൈൻ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്യാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്ക് സ്റ്റോറിയിൽ മ്യൂസിക് ലോഗോയുടെ ഡിസൈൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.